ഈ സ്ത്രീക്ക് മൃഗങ്ങളുടെ എല്ലാ കാര്യങ്ങളും അതിന്റെ ആസിൽ തൊട്ട് വായിക്കാനുള്ള സൂപ്പർ പവർ ഉണ്ട്. ഈ കഴിവ് ഉപയോഗിച്ച് അവൾ ഒരു പെറ്റ് സ്റ്റോർ തന്നെ തുറന്നു. ഒറ്റ ടച്ചിൽ തന്നെ വിഷാദരോഗിയായ നായയെ അവൾ സുഖപ്പെടുത്തി. അങ്ങനെ അവൾ സമീപത്തെ ഏറ്റവും പ്രശസ്തയായ മൃഗഡോക്ടറായി മാറി. എല്ലാ ദിവസവും ഒരു കൂട്ടം മൃഗങ്ങളുമായി ആളുകൾ അവളെ കാണാൻ വരിവരിയായി നിൽക്കുന്നു. എന്നാൽ അവളുടെ ലക്ഷ്യം ധാരാളം പണം സമ്പാദിക്കുക എന്നതായിരുന്നു. ഒരു ദിവസം ഒരു അപ്പൂപ്പൻ തന്നെ നായയെ ഈ ഡോക്ടറുടെ അടുക്കൽ കൊണ്ടുവന്നു. എന്നാൽ അന്നാണ് അവളുടെ ശക്തിയുടെ പ്രാധാന്യം അവൾക്ക് മനസ്സിലാക്കിയത്. ഏകദേശം ഒരു മാസമായി നായ ഭക്ഷണം കഴിച്ചിട്ടില്ലെന്ന് അപ്പൂപ്പൻ പറഞ്ഞു. ശേഷം അവൾ നായയുടെ ആസിൽ കൈവച്ച് അതിന്റെ ഓർമ്മ വായിച്ചു. കൂടാതെ പണ്ട് നടന്ന എല്ലാ കാര്യങ്ങളും അവൾ മനസ്സിലാക്കി. അവൾക്ക് നായയുടെ മുഖം കണ്ട് ആകെ പാവം തോന്നി. ശേഷം അവൾ ആ അപ്പൂപ്പനോട് പറഞ്ഞു, ഈ നായക്ക് നിങ്ങളെ വളരെ ഇഷ്ടമാണ്. നിങ്ങൾക്ക് ദിവസം നായക്ക് ഭക്ഷണം കൊടുക്കാൻ കഴിയില്ലെങ്കിലും നിങ്ങൾ പുറത്തുപോയി അധ്വാനിച്ച് കഷ്ടപ്പെട്ട് അവനക്ക് ഭക്ഷണം കൊടുക്കുന്നു. ഇവനക്ക് വേണ്ടിയാണ് നിങ്ങൾ കഷ്ടപ്പെടുന്നത് എന്ന് കരുതിയാണ് അവൻ ഫുഡ് കഴിക്കാത്തത്. നിങ്ങൾക്ക് ഇതിനകം വയസ്സായി, എന്നാലും നിങ്ങൾ ഇവനെ പരിപാലിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വയ്യാതായാൽ അവൻക്കൊന്നും തന്നെ ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ടാണ് അവനും പട്ടിണി കിടന്ന് മരിക്കാൻ ആഗ്രഹിക്കുന്നത്. ശേഷം ആ വൃദ്ധൻ നായയോട് പറഞ്ഞു, നീ കാരണമാണ് ഞാൻ ഇത്രയും കാലം ജീവിച്ചത്. നീയില്ലാതെ എനിക്ക് ജീവിക്കാൻ തന്നെ പറ്റില്ല. ശേഷം അപ്പൂപ്പൻ കയ്യിലുണ്ടായിരുന്ന ഭക്ഷണം കൊടുത്തപ്പോൾ അവൻ അത് സന്തോഷത്തോടെ കഴിച്ചു. അവൾ രണ്ടാളെയും യാത്രയാക്കി. മാത്രമല്ല അവൾ പണം വാങ്ങിയതും